പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്രപഠനത്തിൽ നാം 17ാമത്തെ ശ്ലോകം പൂർത്തിയാക്കി. ദേവലോ രവിദാസശ്ച കബീറോ ഗുരുനാനക നരസിസ് തുളസീദാസോ ദശമേശോ ദൃഢവ്രത എന്ന്. ഇനി നമുക്ക് 18ാമത്തെ ശ്ലോകമാണ് ചിന്തിക്കേണ്ടത്. ഭാരതത്തിന്റെ അഖണ്ഡത കാത്ത സന്യാസി വര്യന്മാരെയാണ് 18ാമത്തെ ശ്ലോകത്തിൽ അനുസ്മരിക്കുന്നത്. ശ്രീമത് ശങ്കരദേവശ്ച ബന്ധുസായണ മാധവൗ ജ്ഞാനേശ്വരസ്തു കാരാമോ രാമദാസപുരം തരാ. ശ്രീമത് ശങ്കരദേവശ്ച ബന്ധു സായണ മാധവൗ ജ്ഞാനേശ്വരസ്തു കാരാമോ രാമദാസപുരം തരഹ. ഇതാണ് 18ാമത്തെ ശ്ലോകം. ഇതിലാദ്യം നമുക്ക് പഠിക്കേണ്ടത് ശ്രീ ശങ്കർ ദേവ് അസമിലെ പാർദോവയിൽ സത്യസന്ധ കുടുംബർ ശിരോമണി ദമ്പതിമാരുടെ മകനായി 1449 ജനിച്ച ശങ്കർ തൻ്റെ ബുദ്ധിശക്തിയും ശരീരശക്തിയും കൊണ്ട് എല്ലാവരെയും അതിശയിപ്പിച്ചു. ചെറുപ്പത്തിലൊരിക്കൽ വനത്തിൽ പോയി ഒരു കരടിയുടെ പുറത്തിരുന്നു. കരടി വിരണ്ടോടി. വളരെ നേരം കഴിഞ്ഞ് വീട്ടുകാർ തേടിയെത്തിയപ്പോഴാണ് കരടി സവാരി അവസാനിച്ചത്. ബ്രഹ്മപുത്ര, നീന്തിക്കടക്കൽ, കാളപ്പോര് എന്നീ വിനോദങ്ങളിൽ ഏർപ്പെട്ട തൻ്റെ കൊച്ചുമകൻ പഠിക്കുന്നില്ലല്ലോ എന്ന് അമ്മൂമ്മ വ്യസനിച്ചു. ഇതുകണ്ട ശങ്കർ മാധവ മഹേന്ദ്ര കന്ധിയുടെ പാഠശാലയിൽ ചേർന്നു. അസമിലെ രാമായണത്തിന്റെ കർത്താവായിരുന്നു അദ്ദേഹം. വളരെ വേഗം തന്നെ വേദങ്ങളിലും മറ്റു ശാസ്ത്രങ്ങളിലും പാരംഗതനായി യോഗവിദ്യയും അഭ്യസിച്ചു. സ്വതവേ ദൃഢഗാത്രനായിരുന്ന ശങ്കരന്റെ ശരീരം കൂടുതൽ കരുത്തുറ്റതായി. ഒരിക്കൽ കാട്ടിൽ കിടന്നുറങ്ങുന്ന ശങ്കറിന്റെ അടുത്ത് പാമ്പ് പത്തി വിടർത്തി കാവൽ നിൽക്കുന്നത് കണ്ട് ഗുരു അമ്പരന്നു. അന്നു മുതൽ ശങ്കറിനെ എല്ലാവരും ശങ്കർ ദേവ് എന്ന് വിളിക്കാൻ തുടങ്ങി. ശങ്കർ ദേവിന്റെ ആദ്യ സാഹിത്യ കൃതിയായിരുന്നു ചിഹ്നയാത്ര. ഇത് സ്വർഗയാത്രയെ പറ്റിയുള്ള നാടകമാണ്. പാരമ്പര്യ അസമീയ കലകൾക്ക് തുടക്കം കുറിച്ചത് ശങ്കർ ദേവിന്റെ നാടകങ്ങളായിരുന്നു. ശാക്തേയ പാരമ്പര്യമുള്ള അസമിൽ ശങ്കർ ദേവിന്റെ ആഭിമുഖ്യം വൈഷ്ണവ ഭക്തിയോടായിരുന്നു. അദ്ദേഹം മൃഗബലിയെ എതിർക്കുകയും തൻ്റെ മതപ്രചരണം തൻ്റെ ഗ്രാമത്തിൽ നിന്നു തന്നെ തുടങ്ങുകയും ചെയ്തു. വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം സൂര്യദേവിയെ വിവാഹം കഴിച്ചു. മനു എന്നൊരു പുത്രിയുണ്ടായി. ഭാര്യ മരിച്ചതോടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിരക്തിയുണ്ടായി. മകളുടെ വിവാഹം കഴിഞ്ഞതോടെ അദ്ദേഹം ഗൃഹസ്ഥധർമ്മം ഉപേക്ഷിച്ചു. 1481 ഭാരതത്തിലെ വിവിധ തീർത്ഥങ്ങൾ സന്ദർശിക്കാൻ ഇറങ്ങി. പുരിയിലെ ജഗന്നാഥിൽ വെച്ച് ശ്രീധരസ്വാമിയുടെ ഭാഗവത വ്യാഖ്യാനം കേട്ട് ഭക്തിപരവശനായി. 1493 തിരിച്ചെത്തിയ അദ്ദേഹം ഭക്തി പ്രചരണത്തിലും സാഹിത്യരചനയിലും മുഴുകി. തൻ്റെ മതം പ്രചരിപ്പിക്കുവാൻ സത്രാധികാരികളെ നിയമിച്ചും കീർത്തൻഘർ ഭജനമഠം സ്ഥാപിച്ചും അദ്ദേഹം വേണ്ട വ്യവസ്ഥ ചെയ്തു. ഹരിനാമധർമ്മം എന്നും ഏകശരണമെന്നും അദ്ദേഹത്തിൻ്റെ മതം അറിയപ്പെട്ടു. ശാക്തേയ മതത്തിൻ്റെ പേരിൽ നടന്നിരുന്ന നിരവധി ദുരാചാരങ്ങളെയും മൃഗബലിയെയും അസ്പൃശ്യതയെയും ശക്തമായി എതിർത്ത അദ്ദേഹം നിരവധി ശത്രുക്കളെയും ഉണ്ടാക്കി. അതിനാൽ അദ്ദേഹം കൂച്ചി ബീഹാറിലേക്ക് താമസം മാറ്റേണ്ടി വന്നു. കായസ്ഥ ജാതിക്കാരനായിരുന്നെങ്കിലും മാധവദാസ് എന്ന പണ്ഡിത അഗ്രേസരൻ ബ്രാഹ്മണ ശിഷ്യരെ കൊണ്ട് തൻ്റെ സാമൂഹ്യ പരിഷ്കാര ശ്രമങ്ങൾക്ക് അദ്ദേഹം മുന്നോട്ടു പോയി. മാധവദാസ്, ചക്രപാണി ദ്വിജ, സാർവഭൗമ ഭട്ടാചാര്യ, ഗോവിന്ദ, ജയറാം, മധായ്, ജതിറാം, മുരാരി എന്നീ പ്രമുഖ ശിഷ്യന്മാരും അദ്ദേഹത്തിനുണ്ടായി. അന്നത്തെ ജാതി വ്യവസ്ഥയെ എതിർത്തതിനാൽ ശങ്കർ ദേവിനോട് കൂച്ചി ബീഹാറിലെ രാജാവ് നരനാരായണന് കലശരായ ദ്വേഷം തോന്നി. അവന്റെ തോലുരിഞ്ഞ് ഞാൻ ചെണ്ട കൊട്ടും എന്ന് രാജാവ് ആക്രോശിച്ചു. എന്നാൽ സേനാപതിയും ശങ്കർ ദേവിന്റെ ഭക്തനുമായിരുന്ന ചിലാറായ് അദ്ദേഹത്തെ രക്ഷിക്കുകയും രാജാവുമായി സന്ധിയിലെത്തിക്കുകയും ചെയ്തു. ക്രമേണ രാജാവ് ശങ്കർ ദേവിന്റെ അനുയായിയായി. കൂച്ചി ബീഹാറിലെ സമ്പന്നനായ വ്യാപാരി നാരായൺ ദാസ് തൻ്റെ ഗുരുവിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഒരു സത്രവും നിർമ്മിച്ചു നൽകി. സത്രങ്ങളും
ഏകശരണ നാമധർമ്മവും അസമിലും ബംഗാളിലും സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് അടിത്തറ പാകി. 120 വയസ്സിന് 6 മാസമുള്ളപ്പോൾ ബംഗാളിലെ ദേലഗോണ്ട എന്ന സ്ഥലത്ത് അദ്ദേഹം സമാധി പൂണ്ടു. 1569 സെപ്റ്റംബർ 21 അദ്ദേഹത്തിന്റെ സമാധി. നിരവധി കൃതികളും 240 ഭരോഗീതങ്ങളും അദ്ദേഹം രചിച്ചു. 60-30 വിസ്തീർണമുള്ള വൃന്ദാവന വസ്ത്രം എന്ന തുണിയിൽ ചിത്രകലയുടെ കൃഷ്ണലീല പ്രസ്തുതിയും അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ആ അദ്ദേഹത്തെ നാം ഏകാത്മതാ സ്തോത്രത്തിലൂടെ വന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.